അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പാദപിടത്തിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് കടന്നു വരുവാൻ കർത്താവ് ചെയ്ത വലിയ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഭൂമിയുടെ 5 വൻകരകളിലും സകല വിശുദ്ധന്മാരും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ഈ പ്രഭാതത്തിൽ ആരാധിക്കുമ്പോൾ, ഭൂപരപ്പിൻ്റെ ഒരു കോണിൽ ഭൂമിയുടെ 5 വൻകരകളിലും സ്വദേശത്തും വിദേശത്തും ആയിരുന്നു കൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വാട്സപ്പിൽ കൂടെയൊക്കെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾക്കായി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ വകയുണ്ട് കേട്ടോ. ഇത്ര ക്രമീകരണങ്ങൾ സ്വർഗം ഈ ഭൂമിയിൽ മനുഷ്യന് നൽകി വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ ദൂത് 84-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 84 അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. എല്ലാവർക്കും ഈ വാക്യം അല്ലെങ്കിൽ ഈ വചനം അറിയാം. 84-ാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ കോരോഹിൻ്റെ തലമുറകൾ ആമേൻ എഴുതുന്ന സങ്കീർത്തനമാണ്. തൻ്റെ പിതാക്കന്മാർ സത്യം വിട്ടു നടന്നു, അസത്യത്തിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ ആമേൻ ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്ന് വായു പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇതെല്ലാം നോക്കി നിൽക്കുന്ന തലമുറകളുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും തലമുറകൾ ഒരു കൊടുങ്കാറ്റു പോലെ കർത്താവിലേക്ക് തിരിയുകയും ചെയ്തു. സ്തോത്രം. 84 മുതലുള്ള സങ്കീർത്തനങ്ങൾ, ചില സങ്കീർത്തനങ്ങൾ കോരോഹിൻ്റെ തലമുറകൾ എഴുതുവാനിടയായി. അവർ വേദപുസ്തകത്തിനകത്ത് സ്ഥാനം പിടിച്ചു. അപ്പന്മാർ സഞ്ചരിച്ച പാതയിലേക്ക് തുടരുവാൻ അവർ ഇടയാകാതെ ജീവനുള്ള ദൈവത്തിലേക്ക് അവർ തിരിയുവാനിടയായി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ആമേൻ അവർ വിളിച്ചു പറയുന്നത്: കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കണ്ടോ അവരുടെ വർണ്ണന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ. ആമേൻ. അപ്പോൾ അവിടെ ദാവീദ് കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത്, ദാവീദ് പറയും എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ രാജാവാണ്, യഹോവ എൻ്റെ മാത്രം, എൻ്റെ കോട്ട, എൻ്റെ ശൈലം, എൻ്റെ ഗോപുരം എന്ന് തുടങ്ങി ആമേൻ എൻ്റെ അഭിഷിക്തൻ, എൻ്റെ ദൈവം, എൻ്റെ പരിച, എൻ്റെ ശൈലം എല്ലാം പറഞ്ഞ ഒരു മനുഷ്യനാ ദാവീദ്. എന്നാൽ അടുത്ത് ഒരു വ്യക്തി പറയുകയാണ് എൻ്റെ രാജാവും. കണ്ടോ, എൻ്റെത് പറയാൻ പറ്റുമോ? ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്താവ് എൻ്റെ മാത്രം ദൈവമാണ്. ഹല്ലേലൂയ. പ്രഭാതത്തിൽ പറഞ്ഞ് മുഴങ്കാലിൽ നിന്നുകൊണ്ട്, കർത്താവേ, നീ എൻ്റെ രാജാവാണ്. ഹല്ലേലൂയ. നീ എൻ്റെ ദൈവമാണ്. എൻ്റെ ഏതവസ്ഥയിലും എൻ്റെ കൂടെ നിൽക്കുന്ന മഹാരാജാവായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ തുടക്കം തന്നെ നമുക്കറിയാം. 2-ാമത്തെ വാക്യം: എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്താ മോഹിക്കുന്നത്? ഉള്ളം, ഹൃദയം. ആമേൻ. ഹൃദയം വാഞ്ചിക്കുന്ന എവിടെയെന്നറിയാമോ? യഹോവയുടെ പ്രാകാരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. തിരുനിവാസം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധമായ സ്ഥലം, പ്രാകാരം, ഇതൊക്കെ ഇവർ വർണ്ണിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവർ കാണുവാനിടയായി. ആമേ. സമാഗമന കൂടാരം എന്താണ്? കൂടാരത്തെപ്പറ്റി ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. കർത്താവിൻ്റെ പെട്ടകമിരിക്കുന്ന സ്ഥലം, തിരശ്ശീല, ചുമന്ന നൂൽ, പട്ടുനൂൽ,
പഞ്ഞിനൂൽ, ധൂമ്രനൂൽ തുടങ്ങിയ തൂണുകളാൽ ചുറ്റപ്പെട്ടിടക്കുന്ന അതിമനോഹരമായ അതിഗംഭീരമായ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം മുതൽ നോക്കുമ്പോൾ ആമേൻ ഭയങ്കര ആമേൻ ആഴത്തിൽ കിടക്കുന്ന ഒരു ഭയങ്കര ആര് കണ്ടാലും അതിനകത്ത് ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയംഗമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രേരണയും നൽകിക്കൊടുക്കുന്ന ആമേൻ ആ തലത്തിലെ കൂടെയൊക്കെ ദൈവം ഇവരെ നടത്തുവാനിടയായി കേട്ടോ. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂത്, ഹല്ലേലൂയ, നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചും മോഹിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ 42-ാമത്തെ സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ, ഒരു മാൻ ഓടി വെള്ളം കുടിക്കാനായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടിലേക്ക് ചെല്ലുമ്പോൾ ഒഴുക്കിനനുസരിച്ച് ഈ മാൻ വെള്ളം കുടിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതാ പറഞ്ഞ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതിന് എത്രേ. ആമേൻ. അപ്പൊ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവകുഞ്ഞ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഇന്ന് പകൽക്കാലം കാണേണ്ടത് ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ നീ കർത്താവിനെ രാജാവായി സ്ഥാപിക്കണം. അവൻ രാജാവാണ്. യുദ്ധവീരനാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് വേദപുസ്തകം നിന്നെ ഉറപ്പിക്കുന്നു എങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. തിരുനിവാസം എത്ര മനോഹരം! തിരുനിവാസത്തിൻ്റെ ആ മനോഹരം കണ്ട ഒരു തലമുറ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പറയുന്നു: ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. പാറമേൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം, ഈ 9-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ രാജാതിരാജാവും കർത്താവും ദേവാദിദേവനും സകലത്തിനും മതിയായ കർത്താവ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വിദേശത്തും സ്വദേശത്തും പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മീഡിയയിൽ കൂടെ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. അതാ ഇവിടെ പറഞ്ഞ, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. നിങ്ങളുടെ ആരുടെയും കുറവുകൾ കണക്കിടാതെ നിങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ വാഹനങ്ങളെയും കർത്താവ് രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമേ. നിങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്ന കുറവുകളെ, ബലഹീനത ദൈവം ക്ഷമിക്കണമേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സഹായിക്കണം. ജീവനുള്ള ദൈവത്തെ നോക്കി സഞ്ചരിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കണമേ. ആ മഹാരാജാവായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.